എന്തുകൊണ്ടൊരു സ്റ്റുഡൻറ്റ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഓസ്ട്രിയ ചൂസ് ചെയ്യണം? വിദേശത്ത് പഠിക്കാൻ പോകുന്ന മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെയും ഒരു ഡ്രീം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഹൈ പേയിങ് കരിയറിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പലപ്പോഴും അഫോർഡബിലിറ്റി നോക്കുമ്പോൾ അവിടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. എന്നാൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒപ്പം തന്നെ ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അഫോർഡബിൾ ഫീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനാണ് ഓസ്ട്രിയ. ഇതിനു പുറമെ സ്ട്രോങ് എക്കോണമി, ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഷെങ്കൻ വിസ, പിന്നെ ജർമ്മനീനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ കോസ്റ്റ് ഓഫ് ലിവിങ്, ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസ് ഇതെല്ലാം ഓസ്ട്രിയയുടെ പ്രത്യേകതകളാണ്. ഓസ്ട്രിയ മറ്റ് യൂറോപ്യൻ കൺട്രീസായ ജർമ്മനി, സ്ലൊവാക്യ, ചെക്ക് റിപ്പബ്ലിക്, ഇറ്റലി പോലുള്ള രാജ്യങ്ങളായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഓസ്ട്രിയയിൽ 22 പബ്ലിക് യൂണിവേഴ്സിറ്റീസും 18 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാച്ചിലേഴ്സ് നോക്കുന്നവർക്ക് ഒരു 3 വർഷവും മാസ്റ്റേഴ്സ് നോക്കുന്നവർക്ക് 2 വർഷവുമാണ് കോഴ്സിന് ഡ്യൂറേഷൻ ഉള്ളത്. ഇനി അഡ്മിഷൻ റിക്വയർമെൻറ്റ്സിലേക്ക് വരുമ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യാനായിട്ട് മിനിമം 60% ആണ് റിക്വയർഡ് സ്കോർ വേണ്ടത്. ഇതിന് പുറമെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. IELTSന് 6 അല്ലെങ്കിൽ ഒരു 6.5 സ്കോറാണ് വേണ്ടത്. നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചിട്ട് ഈ ഒരു സ്കോറിൽ ഡിഫറൻസ് വന്നേക്കാം. നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ MOA അക്സെപ്റ്റഡ് ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കൺട്രിയിലേക്ക് 2 മേജർ ഇൻടേക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിൻ്റർ ഇൻടേക്കിൽ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറും അതുപോലെ തന്നെ സമ്മർ ഇൻടേക്കിൽ മാർച്ച് ഏപ്രിലും അവൈലബിൾ ആണ്. മറ്റ് കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രിയയിൽ നമുക്ക് ഓഫർ ലെറ്റർ റിസീവ് ചെയ്യാനായിട്ട് ഒരു 3 months വരെ ടൈം എടുത്തേക്കാം. കാരണം ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നോർമലി ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും 1 year സ്റ്റേ ബാക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് കാലയളവിൽ 20 hours പാർട്ട് ടൈം ചെയ്യാനും സാധിക്കും. സോ ബേസിക്കലി ഈ ഒരു കൺട്രിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മൻ ആണ്. സോ അതിൻ്റെ ഒരു കോൺവെർസേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു A2 ലെവൽ വരെ ജർമ്മൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി എക്സ്പെൻസ് നോക്കിയാൽ ജനറലി മെജോറിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും 1500 euros ആണ് ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും ഒരു വർഷത്തേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വരാറുള്ളത്. അതായത് സെമസ്റ്റർ ഒരു 750 euro. ഈ ഒരു കൺട്രിയിൽ ജർമ്മനിയെ പോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒന്നും കാണിക്കേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങളുടെ ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസ് ആണ് ഷോ മണി ആയിട്ട് കാണിക്കേണ്ടത്. ഇതിനൊരു 3 to 6 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ടാണ് ലിവിങ് കോസ്റ്റ് കാണിക്കേണ്ടത്. 24 വയസ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 8.5 to 9 lakh per ഇയറും 24 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഒരു 14 to 15 lakhs ആണ് നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടി വരുന്നത്. ബേസിക്കലി ഓസ്ട്രിയയിൽ സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്സ് പോലെയുള്ള കോഴ്സസ്. മെയിൻലി IT റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, അതായത് AI, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, എൻജിനീയറിംഗ്, ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിന് പുറമെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാം യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസംബർഗ്, JKU, യൂണിവേഴ്സിറ്റി ഓഫ് ക്ലാഗൻഫർട്ട് എന്നിങ്ങനെ ഒട്ടനേകം പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആണ്. ഓസ്ട്രിയയിൽ അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം മറ്റു കൺട്രീസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെയോ പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ റിസീവ് ആകണം എന്നില്ല. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. സോ ഇതിന് അതിൻ്റേതായൊരു ടൈം എടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കുക. സ്പെസിഫിക് ഡെഡ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ടാകും. സോ ആ ഒരു ഡെഡ് ലൈനിന് മുമ്പ് അതാത് യൂണിവേഴ്സിറ്റികളിൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഓഫർ ലെറ്റർ ആയിരിക്കും റിസീവ് ആകുന്നത്. ഒരു 8 to 12 weeks വരെയും ഓഫർ ലെറ്റർ റിസീവ് ആകാനായിട്ട് സമയമെടുത്തേക്കാം. അതിനുശേഷം നമ്മൾ വിസ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളാണ് മൂവ് ഓൺ ചെയ്തു പോകുന്നത്. ആൻഡ് ഫൈനലി സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വിസ സബ്മിഷൻ വരുന്നത് ഡൽഹിയിലെ എംബസിയിലായിരിക്കും. ആപ്ലിക്കേഷൻ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് VFS സെൻറ്ററിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ സെപ്റ്റംബറിലേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ജനുവരിയോട് കൂടിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഓസ്ട്രിയയിൽ ഒരു ബെറ്റർ കരിയർ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫുൾ അസിസ്റ്റൻസ് നമ്മുടെ എക്സ്പേർട്ട് കൗൺസിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ അസസ് ചെയ്ത് അതിനനുയോജ്യമായ ഒരു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കോഴ്സ് ആൻഡ് വിസ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ആൽഫ്രോ സ്റ്റഡി അബ്രോഡിനെ കോൺടാക്ട് ചെയ്യൂ.